പകരത്തിന് പകരമെന്ന രീതിയിൽ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലിബറേഷൻ ഡേ എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ആ ദിവസത്തിൽ ഇന്ത്യക്ക് പ്രഖ്യാപിച്ച തീരുവ 26%. ചൈന, യൂറോപ്യൻ യൂണിയൻ, കംബോഡിയ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്ക് 30%-ന് മുകളിൽ. താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ US വിപണി തകർന്നടിഞ്ഞു. ഇന്ത്യൻ വിപണിയും തകർന്നെങ്കിലും പിന്നീട് കരകയറി. ട്രംപ് ഏൽപ്പിച്ച ഈ പ്രഹരത്തിൽ പല രാജ്യങ്ങളും ആശങ്കയിലാണ്. US വിപണിയെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് എന്ന നിലയിൽ എങ്ങനെയാണ് ഈ താരിഫ് ഇന്ത്യയെ ബാധിക്കുക എന്ന് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ്. അതായത് മൊത്തം കയറ്റുമതിയുടെ 18% വരും ഇത്. അമേരിക്കയിലേക്ക് കയറ്റുമതിയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായ മേഖലകൾ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോൺ, രത്നങ്ങൾ, ആഭരണങ്ങൾ, മത്സ്യവിഭവങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയാണ്. ഈ മേഖലകളെയാണ് 26% താരിഫ് പ്രധാനമായും ബാധിക്കുക. ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ മേഖലയും ഒരു പരോക്ഷമായ പ്രതിസന്ധിയുടെ ആശങ്കയിൽ തന്നെയാണ്. ഏപ്രിൽ 9 മുതൽക്ക് ഈ താരിഫ് നിലവിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ മേഖലകളിലെല്ലാം വിലക്കയറ്റം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. കമ്പനികളുടെ വരുമാനമടക്കം നിരവധി കാര്യങ്ങളെ ഈ ചുങ്കം തിരിച്ചടിക്കുമെന്നാണ് നിഗമനം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാകുമെന്ന് IMF ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അമേരിക്കയിലേക്ക് ഇന്ത്യ റെഡിമെയ്ഡ് വസ്ത്രങ്ങളടക്കം ഒരുപാട് കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയോട് ഈ കയറ്റുമതിയിൽ മത്സരിക്കുന്ന ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ ഉയർന്ന താരിഫുകളാണ് US ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ ഇത് ഇന്ത്യക്ക് ഗുണകരമായേക്കുമെങ്കിലും മേഖലയിൽ വിലക്കയറ്റമടക്കമുള്ള പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യവിഭവങ്ങളും വളരെ അധികമാണ്. ഇവയുടെ ഭൂരിഭാഗം ഉപഭോക്താക്കളും ഇന്ത്യക്കാർ തന്നെയാണ് എന്നതാണ് കയറ്റുമതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കാൻ കാരണം. പകരം തീരുവ ഇവയുടെ US-ലെ വിൽപ്പനയെയും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പല ബ്രാൻഡുകളും US-ലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ചുങ്കം വരുന്നതോടെ ഇവയുടെ വിൽപ്പനയിൽ ഇടിവും മറ്റ് പ്രതിസന്ധികളുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മത്സ്യങ്ങളുടെ കയറ്റുമതിയാണ് മറ്റൊന്ന്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യങ്ങളാണ് മറ്റൊരു പ്രധാന കയറ്റുമതി. അവയിൽ തന്നെ ചെമ്മീനിന്റെ കയറ്റുമതിയാണ് വളരെ മുൻപിലുള്ളത്. 2023-24 കാലഘട്ടത്തിൽ മാത്രം 2,97,571 ടൺ ചെമ്മീനാണ് US-ലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത്. ഇന്ത്യക്ക് പുറമെ ലത്തീൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറും US-ലേക്ക് ചെമ്മീൻ കയറ്റി അയക്കുന്നുണ്ട്. ഇവർക്ക് ഇന്ത്യയെക്കാളും കുറവ് താരിഫാണ് ട്രംപ് നൽകിയിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞില്ല, ആഭരണങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. $2 ബില്യൺ മാർക്കറ്റാണ് ഇന്ത്യക്ക് ഈ മേഖലയിൽ മാത്രം US-ലുള്ളത്. മാത്രമല്ല, ഈ വിഭാഗത്തിൽ US മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യയുമാണ്. ഇവിടെയും വിലക്കയറ്റ ഭീതിയാണ് നിലനിൽക്കുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾക്കും US ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട്. വിപണിയിൽ മാറിയ താരിഫുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഇന്ത്യൻ ഡിവൈസ് മെഡിക്കൽ ഇൻഡസ്ട്രി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്കെല്ലാം പുറമെ ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്സ് തുടങ്ങിയ മേഖലകൾ വേറെ. IT മേഖലയിൽ അടക്കം ഭീതിയുണ്ട്. ഇപ്പോൾ തന്നെ US-ൽ നിന്നുള്ള ഓർഡറുകൾ കുറവാണ്. താരിഫ് നിയമം മൂലം ഏതെങ്കിലും തരത്തിൽ US-ൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ IT മേഖലയെ അവ സാരമായി ബാധിക്കും. ഇന്ത്യയെ എങ്ങനെയാണ് ഈ താരിഫുകൾ ബാധിക്കുക എന്നതിൽ വിശദമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിവരികയാണ്. ഏതെങ്കിലും തരത്തിൽ US-മായി ഒരു വ്യാപാര കരാറിലെത്താൻ സാധിക്കുമെന്നതാണ് ഇന്ത്യ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇങ്ങനെയൊരു താരിഫ് നീക്കം ഉടനെ ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് തന്നെ ഞെട്ടലും ഭയവും എന്നതിലുപരി ആശങ്കകളാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിനെ മറികടക്കാൻ ഇന്ത്യ എന്ത് നീക്കമാണ് നടത്തുക എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.